Namaste, welcome back to my channel Vincheda. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ സ്കാൽപ്പിംഗ് ആണോ ഇൻട്രാഡേ ആണോ ബെറ്റർ? സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് 5 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓപ്ഷൻസിലൂടെ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ സ്കാൽപ്പിംഗ് എളുപ്പമാണ്. പക്ഷേ ഇൻട്രാഡേയിൽ ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് നമുക്ക് ഒഴിവായി നമുക്കൊരു നല്ല സിഗ്നൽ നമുക്ക് പിക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൽ നമുക്ക് ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ട്രേഡ് ചെയ്യുന്ന 1 മിനിറ്റ് റിസ്ക് അല്ലേ? ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് സിഗ്നൽസ് വരില്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? അതേപോലെ നമുക്ക് ഓപ്ഷൻസിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടാൻ ഏറ്റവും എളുപ്പം ഏതാണെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേയുടെയും സ്കാൽപ്പിംഗ് ഇന്നെന്ന് പറഞ്ഞാൽ 22 മെയ് ആണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയും, അതായത് ബാങ്ക് നിഫ്റ്റി താഴ്ത്തിറങ്ങി നിഫ്റ്റി സൈഡ് വേസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സ്കാൽപ്പിംഗ് അത് റേഞ്ച് മാർക്കിൽ ഇപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റ് സൈഡ് വേസ്. അപ്പോൾ ഇന്നലെ 21-നാണെങ്കിൽ നിഫ്റ്റി ഇറങ്ങിയിട്ടില്ല, ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെയാണ്, സെയിം ഇതേ പ്രോസസ്സ് ഇന്ന് നിഫ്റ്റി ഇറങ്ങാൻ നിഫ്റ്റി ഇറങ്ങുകയാണെങ്കിൽ തിരിഞ്ഞ് ബാക്കിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റിയിലൊരു ഡൗണിഷ് വരുന്നില്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റിയാണ് രാവിലെ നല്ലൊരു ഡൗണിഷ് പോയി നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് 48,200 പുട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പം മോർണിംഗിൽ നമുക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് സിഗ്നൽസ് വന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ട് 366 രാവിലെ തന്നെ 422 വരെ പോയിട്ട് തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി 388 നേരെ പിന്നെയും 560 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹ്യൂജ് ഹൈക്ക് നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് നേടാൻ സാധിച്ചു. ഒരു 10 മണിക്ക് മുമ്പ് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റും ചെയ്തു. അപ്പോൾ നല്ല റിട്ടേൺസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള ട്രേഡുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. നമുക്ക് സ്കാൽപ്പിംഗ് ഈസിയാണ്. അപ്പം നമുക്ക് ഇൻട്രാഡേക്കും അതേപോലെ തന്നെ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന ബൈഡ് തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവുകയാണ്. രാവിലെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ബൈ ട്രേഡ് തന്നെ തുടരുകയാണ്. സെല്ലിലേക്ക് നമുക്ക് മാറിയിട്ടില്ല. അപ്പോൾ പുട്ട് ഓപ്ഷൻ തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഡൗണിലേക്ക് തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻട്രാഡേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീ എൻട്രിയും വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുവരെ എടുക്കാത്തവർക്ക് ഇവിടെ റീ എൻട്രി സോഫ്റ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത് റീ എൻട്രി എടുക്കാനുള്ള ഒരു അവസരം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് സെല്ലാണ് വന്നിരിക്കുന്നത്. സെല്ല് വന്നാൽ ഇന്നലെ 2:14 വന്നിട്ടുണ്ട്. 2:15 ശേഷം വന്നതാണ്. എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം താഴെ 3 ടാർഗറ്റുകൾ, ഫസ്റ്റ് 70 പോയിന്റ്സ് 3 ടാർഗറ്റാണ്. അപ്പം ഇതിൽ നമുക്ക് എൻട്രി എടുക്കേണ്ട എങ്ങനെയാണെന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ സോഫ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ലൈവ് ഡെമോ, അതായത് നമ്മുടെ സോഫ്റ്റ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് ലൈവായിട്ടൊരു ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുമ്പോൾ 1 ഡേ ഫുൾ ട്രയലിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് സോഫ്റ്റ് എങ്ങനെ ലൈവിൽ വർക്കൗട്ടാണെന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ 8 സ്ട്രാറ്റജികളുണ്ട്. അപ്പം ഇതിൽ ഓപ്ഷൻസിൽ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കാൻ 1 മിനിറ്റ് ഈസിയാണ്. ഏത് മാർക്കറ്റിലും സ്യൂട്ടബിൾ റേഞ്ച് ആണെങ്കിലും സൈഡ് വേസ് ആണെങ്കിലും 1 മിനിറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് ലെവൽ മോർണിംഗിലും ക്ലോസിംഗ് ലെവലിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് നേരം ചാർട്ടിൽ ഇരിക്കാതെ നമുക്ക് എൻട്രി എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് എല്ലാ സിഗ്നലും സക്സസ് ആവത്തില്ല. പക്ഷേ 5 മിനിറ്റ്സിലായിട്ട് നമുക്ക് സിഗ്നൽസ് വരുന്ന ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് ഒക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് അത് ഏറ്റവും എളുപ്പമാണ്. നല്ലൊരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാണ് സെൽ, ഇതാണ് ബൈ. അപ്പോൾ ഈ സെൽ സിഗ്നൽ വന്ന ഡീറ്റെയിൽസ് ആണ് മേലിൽ കൊടുത്തിരിക്കുന്നത്. താഴെ 3 ടാർഗറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റിൽ, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാൻ തിരിച്ച് പിന്നെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ റീ എൻട്രി തരും. അതേപോലെ എടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് സെല്ല് വന്ന് ഞാൻ താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ റെഡിലേക്ക് വരണം, ക്യാൻഡിൽ കളർ റെഡിലേക്ക് വരണം. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ഡബിൾ ആക്യുറസിയാണ്. അപ്പോൾ ഇന്നത്തെ 1 മിനിറ്റിലെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ നമുക്കിവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സെല്ലാണ്. ലേറ്റസ്റ്റ് സിഗ്നൽ സെൽ സിഗ്നലാണ്. സെൽ സിഗ്നൽ വന്ന് 12:27 എൻട്രി പോയിന്റ് ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 47 പോയിന്റ് ഇറങ്ങി നിൽക്കുന്നു. ഇപ്പോൾ സെല്ല് കൺഫേം ആയി ഇവിടെ ബ്രേക്ക് ഔട്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ മതിയോ? 47,840 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 803 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 40 പോയിന്റ്സിന് പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പുട്ട് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 48,800 47,800 ആണ്. 48, 48,100, 200 ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഞാൻ രാവിലത്തെ ട്രേഡ് പ്രകാരമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. രാവിലത്തെ ട്രേഡ് ഇവിടെ തിരിച്ച് മാർക്കറ്റ് പിന്നെ 498 കയറിയിട്ടുണ്ട്. ഇപ്പോൾ 585 നല്ല റിട്ടേൺസ് ഇപ്പോൾ ഈ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയെന്ന് ബ്രേക്ക് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് നേരം ചാർട്ടിലിരിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിന്നൊരു റീ എൻട്രി എടുത്ത് പോകാൻ സാധിക്കും. ഇപ്പം ഇന്നത്തെ ഇപ്പോൾ കുറച്ച് മുമ്പത്തെ ബ്രേക്ക് ഔട്ടിൽ ഇപ്പം മാർക്കറ്റ് രാവിലെ തന്നെ ആപ്പിലേക്ക് കയറി ഇവിടെ നിന്ന് താഴോട്ട് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടാമത്തെ റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്. തിരിച്ച് നമുക്ക് ആ ബ്രേക്ക് ചെയ്യുന്ന പോർഷൻ, ആ ട്രെൻഡ് ലൈൻ തിരിഞ്ഞ് കയറുന്ന പോർഷനിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അത് നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാർ നോക്കി മനസ്സിലാക്കാം. ബൈസോണിൽ നിന്ന് സെല്ലിലേക്ക് മാറിയിട്ടില്ല. അപ്പോൾ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പോർഷൻ നെക്സ്റ്റ് ഒരു ബ്രേക്കിംഗ് ലെവലാണ്. അവിടെ നമുക്ക് ആക്ച്വലി ഇതുവരെ എടുക്കാത്തവർക്ക്, അതായത് പകുതിയിൽ നിന്ന് എടുക്കുന്നവർക്ക് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അത് എവിടെ തിരിഞ്ഞ് കയറുന്നു, എത്ര വരെ മാർക്കറ്റ് ഇറങ്ങുന്നു, കറക്റ്റായിട്ട് ആ ട്രെൻഡ് ലൈൻ നമുക്ക് ഐഡിയ തരും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ശ്രദ്ധിച്ച് ചന്തൊരു സിഗ്നൽ വന്ന് കൺഫേം ആണെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. ചില പോർഷൻസിൽ ഗ്യാപ്പിലും ഗ്യാപ്പ് ഡൗൺ അല്ലാതെ കുറേ നേരം സൈഡ് വേസ് തങ്ങി നിൽക്കുന്ന പോർഷൻ മാത്രം റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുക. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡബിൾ അക്യുറസി കിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യും. താങ്ക് യു.